ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വീട്ടിൽ ദൈവിക ശക്തി ഇല്ല എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകാം എന്നതിനെക്കുറിച്ചാണ്. മിക്കവർക്കും ഉള്ളൊരു പരാതിയാണ്, അല്ലെങ്കിൽ മിക്കവരും മനസ്സിലെപ്പോഴും ചിന്തിക്കുന്നതാണ്, ഞാൻ ഒരുപാട് പൂജിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് കുറച്ച് പേർക്കൊക്കെയാണ്. കാരണം ചിലവർ പറയും എത്ര പ്രാർത്ഥിച്ചാലും എത്ര പൂജിച്ചാലും ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അവരാഗ്രഹിക്കുന്ന ഫലം കിട്ടിയില്ലെങ്കിൽ പോലും. പക്ഷേ വളരെ ചുരുക്കം ചില ആൾക്കാർ പറയും, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു, പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഈശ്വരൻ എൻ്റെ കൂടെ ഇല്ല എന്നുള്ളതൊക്കെ. നമ്മൾ സ്വിച്ചിട്ടാൽ കറണ്ട് വരുന്നത് പോലെ അല്ല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടുന്നത്. ചില സമയങ്ങളിൽ മാത്രമേ അതുപോലെ സംഭവിക്കാറുള്ളൂ. ഏറിയ സമയത്തും നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ അതിന് ഫലം കിട്ടുകയുള്ളൂ. പക്ഷേ തീർച്ചയായും ഫലം കിട്ടും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ വിശ്വാസം നമ്മിലുണ്ടെങ്കിൽ നമ്മൾ എന്താഗ്രഹിച്ച് എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മിലേക്ക് തന്നെ വന്നു ചേർന്നിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ദൈവിക ശക്തി വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്നതും അതുപോലെ സ്പിരിച്വാലിറ്റിയും തമ്മിൽ ദയവ് ചെയ്ത് കൂട്ടിക്കലർത്തരുത്. കാരണം ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ കൂടിപ്പോയാലൊരു 3 പ്രാവശ്യമൊക്കെ എല്ലാവർക്കും ഇത് സംഭവിച്ചിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് അയ്യോ ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ദൈവിക ശക്തി ഇല്ലേന്ന് ഓർത്ത് ടെൻഷൻ അടിക്കരുത്. തുടർച്ചയായി സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം തന്നെ 2-3 തവണ, ആഴ്ചകൾ വീണ്ടും 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 അതങ്ങനെ സംഭവിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും വീട്ടിൽ ദൈവിക ശക്തിക്ക് പകരം നെഗറ്റീവ് എനർജിയാണ് ഉള്ളതെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിലെ നമ്മുടെ സ്ട്രെസ്സ്, ടെൻഷൻസ് മൂലമുണ്ടാകുന്ന കാര്യങ്ങളും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാനായിട്ട് പാടില്ല. അത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞോട്ടെ. അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു ദൈവിക ശക്തി ഇല്ല എന്നുള്ളതിൻ്റെ ലക്ഷണം, നമ്മുടെ വീട്ടിൽ നമ്മൾ പൂജാമുറിയിൽ പോകുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് വിളക്ക് കത്തിക്കാൻ തോന്നില്ല, നാമം ജപിക്കാൻ തോന്നില്ല, വ്രതമെടുക്കാൻ തോന്നില്ല, അമ്പലത്തിൽ പോകാൻ തോന്നില്ല, അങ്ങനെ ഒന്നും തോന്നില്ല. ചടഞ്ഞുകൂടി ഇരിക്കുക എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുക. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം പൂജ ചെയ്യുന്നവരുടെയും പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അവരുടെ പൂജാമുറിയിൽ പോകുമ്പോൾ മാനസികമായിട്ട് നല്ലൊരു സന്തോഷം കിട്ടും. പക്ഷേ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും വരില്ല. അതായത് നമുക്ക് വിളക്ക് കത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ യാന്ത്രികമായിട്ടായിരിക്കും. മറ്റേ പൂജാമുറിയൊക്കെ തുടച്ച് വിഗ്രഹങ്ങളൊക്കെ അഭിഷേകം ചെയ്ത് പൂക്കളൊക്കെ വെച്ച് നിലവിളക്കൊക്കെ തേച്ച് മഞ്ഞൾ കുങ്കുമമൊക്കെ വെച്ച് ചെയ്യുന്നവർ ചിലപ്പോൾ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ വഴിപാട് കഴിപ്പിക്കുന്നത് പോലെ വെറുതെ പോയി ചെയ്തങ്ങ് വരും. അങ്ങനെ ചെയ്താൽ ഇത് ഒരു തവണത്തെ കാര്യമല്ല. നമുക്ക് ചില പനി, അസുഖങ്ങൾ, ക്ഷീണം, നമ്മളൊരു യാത്രയൊക്കെ പോയിട്ട് വന്ന് ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ തുടർച്ചയായി അടുപ്പിച്ച് ഒരു 5 ദിവസത്തിന് മുകളിൽ നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞ് നമ്മളവിടെ നോക്കുമ്പോൾ നമുക്കൊരു ഐശ്വര്യമില്ലായ്മ തോന്നുക. ഇപ്പോൾ ഇരുട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ പോലും ആ പ്രകാശം കൊണ്ട് അവിടെ നമുക്കൊരു പ്രഭാപൂരിതം തോന്നും, ഒരു പ്രഭാവലയം തോന്നും. പക്ഷേ നമ്മൾ ഒരു 5-6, അതായത് 5 തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് വെച്ച് കൂടാണ്ട് ഒരു 2-3 മൺവിളക്ക് വരെ കത്തിച്ച് വെച്ചിട്ടും അവിടെ ഒരു ഇരുളിമയാണ് തോന്നുന്നത്. ആ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിൽ പോലും ഒരു അന്ധകാരം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ദൈവിക ശക്തി ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ വിഗ്രഹങ്ങളുടെ കണ്ണിൽ നോക്കിയാൽ നമുക്കറിയാം അവിടെ അവരുടെ ചൈതന്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കൃഷ്ണൻ്റെ വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൃഷ്ണ വിഗ്രഹത്തിനെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ദൈവിക ചൈതന്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൻ്റെ ആ മുഖത്തോട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, കണ്ണൻ്റെ ആ കണ്ണിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മളെ നോക്കി ചിരിക്കുന്നത് പോലെയും കണ്ണിറുക്കുന്നത് പോലെയും അതുപോലെയുള്ള കള്ളത്തരങ്ങൾ കാണിക്കുന്നത് പോലെയും നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് മനസ്സിലാകും. പക്ഷേ അതേസമയം വീട്ടിൽ ദൈവിക ശക്തി കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ മുഖത്ത് നോക്കിയാൽ ഒരു എളിമ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. അത് കണ്ണൻ്റെ വിഗ്രഹത്തിനും അതുപോലെ ഗണേശ വിഗ്രഹത്തിനും വളരെയധികം. ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന ചില കണ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ കളറ് പോയതായിരിക്കും, പക്ഷേ ആ മുഖത്ത് എപ്പോഴും ഒരു തേജസ് ഉണ്ടാകും. എന്നാൽ അവിടെ ദൈവിക ശക്തി ഇല്ല, ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ മുഖത്ത് ഇരുളിമയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആ കണ്ണിന് ജീവനില്ലാത്തതുപോലെയും നമുക്ക് തോന്നും.
അതുപോലെ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൂജ. നമ്മളിപ്പോൾ വിളക്ക് കത്തിച്ച് നാമമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുഞ്ഞു വിഗ്രഹങ്ങളോ ഫോട്ടോയോ താഴെ വീഴുക, അല്ലെങ്കിൽ നമ്മൾ മണി അടിക്കാൻ എടുക്കുമ്പോൾ മണി താഴെ വീഴുക, കർപ്പൂരം ആരതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആരതി തട്ടിൽ നിന്നും കർപ്പൂരം താഴെ വീഴുക. ചില സമയത്ത് നമ്മൾ മനുഷ്യർക്ക് അമിതമായ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് ജോലി കാര്യം കൊണ്ട് സ്ട്രെസ്സ്, ചിലപ്പോൾ നമുക്ക് കടം കാണും, അത് സമയത്ത് അടച്ചു തീർക്കാൻ പറ്റാത്ത പൈസ കിട്ടാത്തതിൻ്റെ, മക്കളുടെ പ്രശ്നങ്ങൾ, ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ സമയത്തൊക്കെ നമ്മുടെ മാനസിക സ്ട്രെസ്സ് മൂലം അത് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാത്രങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ താഴെ വീഴേണ്ട. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തുടർച്ചയായിട്ട് ഇത് സംഭവിക്കുക. അബദ്ധത്തിൽ കൈതട്ടുന്നത് പോലെ തന്നെയാണ് അത് തുടർച്ചയായിട്ട് സംഭവിക്കുന്നത്. വിഗ്രഹങ്ങൾ, ഫോട്ടോകൾ മറിഞ്ഞു വീഴുക, അതുപോലെ തന്നെ മഞ്ഞൾ കുങ്കുമം താഴെ വീഴുക, പഞ്ചപാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം, കിണ്ടിയിൽ വെച്ചിരിക്കുന്ന വെള്ളം കമന്നു പോകുക, കൈതട്ടി മണി താഴെ പോകുക, ഈ വക കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവിക ആകർഷണം നമ്മുടെ വീട്ടിൽ കുറഞ്ഞു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഒരുപാട് വലിയ വീടൊക്കെ ആയിരിക്കും, ഒരുപാട് LED ലൈറ്റ്സും അതുപോലെ അലങ്കാര ലൈറ്റ്സും ഒക്കെയുള്ള വീടായിരിക്കും. പക്ഷേ ഇതെല്ലാം കത്തിച്ചിട്ടാലും ആ വീട്ടിൽ ഒരു അന്ധകാരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നെഗറ്റീവ് എനർജി ഉണ്ട്. ചില വീട്ടിൽ കുഞ്ഞു വീടാണ്, വലിയ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും അവിടെ ചെന്ന് കയറുമ്പോൾ നമുക്ക് മനസ്സിനൊരു പോസിറ്റിവിറ്റി തോന്നും, ഒരു ശാന്തത തോന്നും, നമുക്ക് അവിടുന്ന് പോരാനേ തോന്നില്ല. അതവിടെ ദൈവിക ആകർഷണം ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഉറപ്പാക്കുന്നത്. അതേസമയം എത്ര വലിയ വീട്ടിൽ ചെന്നാലും നമുക്ക് അവിടെ എത്ര ലൈറ്റുകളുണ്ട് എന്നാലും നമ്മളൊരു ഞെളിവിരി കൊള്ളുന്നത് പോലെ ആയിരിക്കും, നമുക്കൊരു അസ്വസ്ഥതകേടായിരിക്കും. അങ്ങനെയുള്ള വീടുകളിൽ തീർച്ചയായിട്ടും ദൈവിക ആകർഷണം അവിടെ കുറവാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരും അക്വേറിയം, മീനെ വളർത്തുന്നുണ്ടാവും, പട്ടിയുണ്ടാവും, പൂച്ചയുണ്ടാവും, കിളികളുണ്ടാവും. ഇവയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് ചത്തുപോകുന്നതും ഇതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ്. അത് കൂടുതലായും മീനുകളാണ്. അക്വേറിയത്തിലെ മീനുകൾ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്നത് നെഗറ്റീവ് എനർജി ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. അത് ഒരെണ്ണമൊക്കെ അബദ്ധത്തിൽ വല്ലപ്പോഴും മരിച്ചു പോകുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടി മരിച്ചുപോയി. അല്ലെന്നുണ്ടെങ്കിൽ ഈ പട്ടികൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും. നമ്മൾ തൊടലിടാതെ പട്ടികളെ വളർത്തിയാലും അവരെങ്ങും പോകില്ല. പക്ഷേ ചിലപ്പോൾ ഇവ നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും, തിരിച്ചു വരില്ല. അങ്ങനെയുള്ളതും നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെയാണ് അന്തരീക്ഷത്തിലെ കാലാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ വീട്ടിൽ തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് പല്ലിയാണ്. പല്ലി എല്ലാവരുടെയും വീട്ടിൽ കാണും. നമ്മുടെ വീടുകളിൽ സാധാരണ കാണേണ്ട പല്ലി എന്ന് പറയുന്നത് നല്ല ഗോൾഡൻ യെല്ലോ കളറിലെ പല്ലിയുണ്ട്. അതും ഒരു ചെറിയ മിനിമം സൈസുള്ള പല്ലി. അത് കൂട്ടമായിട്ട് ഒരുപാടുണ്ടെങ്കിൽ ദോഷമാണ്. പക്ഷേ മിനിമം ഒരു കുറച്ച്, നമുക്കറിയാമല്ലോ, അനിയന്ത്രിതമായിട്ട് പല്ലികൾ കൂടുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ദൈവീക ശക്തി ഉണ്ടെന്നാണ്. പിന്നെ നമ്മുടെ കുലദേവതയെ സൂചിപ്പിക്കുന്ന നല്ല കറുത്ത ഇരുണ്ട പുള്ളികളുള്ള പല്ലിയാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഒരു 1-2 എണ്ണമേ പാടുള്ളൂ. അതിന് പകരം ഈ കറുത്ത ഇരുണ്ട പല്ലികളാണ് വീട്ടിൽ കൂടുതലെങ്കിൽ അവിടെ ആസുരിക ശക്തികളുണ്ട്, അതായത് നെഗറ്റീവ് എനർജിയുടെ ആധിക്യം കൂടുതലായിരിക്കും. അതുപോലെ നമ്മുടെ വീട്ടിൽ പല്ലിയുണ്ട്, പല്ലി ചിലയ്ക്കുന്നില്ല, പല്ലി ചിലയ്ക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ഇവയും നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ്. പല്ലിയെ കാണാതെ പോകുന്നത്, അതായത് പല്ലി ഉണ്ടായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കാത്തതും നെഗറ്റീവ് എനർജി വീട്ടിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ, അതായത് ഈ പല്ലിയെ കാണാത്ത സമയത്ത് കറുത്ത് ഇരുണ്ട പല്ലി വീട്ടിലില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുലദേവതയുടെ അപ്രീതിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ കുലദേവതാ ക്ഷേത്രം അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ, വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുലദേവ ദർശനം നടത്തിയിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിലത്തുകൂടി പല്ലി പോകുന്നത് കാണുന്നതും അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് പല്ലി എപ്പോഴും ഭിത്തി കൂടിയും നമ്മുടെ വീടിൻ്റെ റൂഫിൽ കൂടിയും ഒക്കെയാണ് കൂടുതലായിട്ടും പോകുന്നത്. നിലത്തിറങ്ങി നിലത്തൂടെ പല്ലി ഓടുന്നത് നമ്മൾ കാണുന്നത് അത്ര നല്ലതല്ല നമ്മുടെ വീട്ടിലെന്നാണ് പറയുന്നത്. അതായത് മുന്നോട്ട് വരാനിരിക്കുന്ന എന്തോ ഒരു ദോഷം അത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം.
അടുത്തതായിട്ട് തുളസി ചെടിയാണ്. തുളസിച്ചെടി നമ്മൾ എത്ര വെച്ചാലും വീട്ടിൽ വളരാതെ ഇരിക്കുന്നത്, നല്ലവണ്ണം വളർന്നുകൊണ്ടിരിക്കുന്ന തുളസി വളരെ പെട്ടെന്ന് ഇലകൾ പൊഴിഞ്ഞ് നശിച്ചു പോകുന്നത് വരാനിരിക്കുന്ന ഒരു ദോഷത്തിന് മുന്നോടിയായിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ളത് ഒരു കുഞ്ഞു തുളസിച്ചെടി ആയാലും ആ ചെടി നല്ലതുപോലെ വളരണം. നല്ല ആരോഗ്യമുള്ള ഇലകളായിട്ട് നല്ല രീതിയിൽ വളർന്നാൽ മതിയാകും. അതിന് പകരം ഇലകളൊക്കെ പൊഴിഞ്ഞ് വളരെ ചെറിയ ഇലകളായിട്ട് വാടി നിൽക്കുന്ന, എത്ര നമ്മൾ പരിചരിച്ചിട്ടും വാടി നിൽക്കുന്ന, ഒരു നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വാടി നിൽക്കുന്ന പോലുള്ള തുളസിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന എന്തോ ഒരു ദോഷത്തെയാണത് സൂചിപ്പിക്കുന്നത്. അതുമാത്രവുമല്ല, അവിടെ ദൈവിക ശക്തിയുടെ ഒരു കുറവുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ വക കാര്യങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ തുടർച്ചയായിട്ട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തീർച്ചയായിട്ടും പരിഹാരം ചെയ്യുക തന്നെ വേണം. കൂടുതലായിട്ട് അമ്പലങ്ങളിൽ പോകാനും എത്ര മടി തോന്നിയാലും നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി വിളക്ക് കത്തിക്കാനും നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഉള്ളത്. അതുപോലെ അമ്പലത്തിൽ പോകാനും ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ അടിക്കടി വീട്ടിൽ അസുഖങ്ങൾ മാറി മാറി വരുന്നത്, അതും ഇതുപോലെ നെഗറ്റീവ് എനർജിയുടെ ഒരു സോഴ്സ് തന്നെയാണ്. മക്കൾക്ക് ഒരാൾക്ക് വന്നു, അടുത്തത് മാറി വീണ്ടും വന്നു, പിന്നെ നമ്മുടെ ഹസ്ബൻഡിന് വന്നു, നമുക്ക് വന്നു, വീണ്ടും അതുപോലെ മാറി മാറി വരിക, എപ്പോഴും ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ടുന്ന അവസ്ഥ വരിക. ഇതൊക്കെ നെഗറ്റീവ് എനർജി നല്ല രീതിയിൽ വീട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനകളാണ്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന ടെൻഷൻസും സ്ട്രെസ്സും മൂലം ഉണ്ടാവുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ദയവ് ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. അടുപ്പിച്ച് അതായത് ഒരു 5 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ റിപ്പീറ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിനെ സീരിയസ് ആയിട്ട് കണ്ടാൽ മതി. ഇനി 1-2 തവണ കണ്ടു മനസ്സിന് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഭദ്രകാളി അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ, അടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ ഭദ്രകാളി അമ്പലത്തിലോ പോയി അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് അമ്മയ്ക്കൊരു നെയ്ദീപം കൊളുത്താൻ പറ്റിയാൽ അത് ചെയ്യുക. അല്ലെങ്കിൽ അമ്മയ്ക്ക് ചുമന്ന പട്ട് വാങ്ങിച്ച് സമർപ്പിച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുക. പൂക്കളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന അമ്പലമാണെന്നുണ്ടെങ്കിൽ ഇവയൊക്കെ ചെയ്താൽ ഇതിൽ നിന്നും ഒരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.